അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്, ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് പൗരന്മാരായിട്ടുള്ള മുസ്ലിമീങ്ങൾ ഒരു അനിസ്ലാമിക വ്യവസ്ഥിതിക്കനുസരിച്ച് വോട്ട് ചെയ്യലും ആളുകളെ തെരഞ്ഞെടുക്കലും മുതല മത്സരിക്കലും ഒക്കെ കുഫറായി തീരുകയില്ലേ? അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റൂലേ എന്ന തരത്തിലാണ് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. വലിയ ഗുരുതരമായ ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ആശയം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ മൗലാന മൗദൂദിയെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിക ഭരണമല്ലാത്ത മറ്റൊരു ഭരണത്തെയും അംഗീകരിക്കാൻ പറ്റൂല, ഇസ്ലാമികേതര ഭരണങ്ങളൊക്കെ കുഫറാണ്, ശിർക്കാണ്, അതിനോട് സഹകരിക്കൽ ശിർക്കാണ്, കാഫറായി പോകുന്ന കാര്യമാണ് എന്ന നിലക്ക് വിശദീകരിക്കുകയും ജമാഅത്തെ ഇസ്ലാമി 1976-77 വരെ ആ ആശയം കൊണ്ടു നടക്കുകയും ചെയ്തു. അവസാനം അവർക്ക് ബോധ്യപ്പെട്ടു ഇതൊരു പൊട്ടപ്പോയത്താണെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ അവർ അതിൽ നിന്നും മോചിതരാവുകയും പരിപൂർണമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് നീങ്ങുകയും ചെയ്ത ചരിത്രം നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയ ആ ആദർശം സലഫികൾ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ചില വിവരദോഷികൾ കൊണ്ടു നടക്കുന്നുണ്ട്. അവരും ജമാഅത്തെ ഇസ്ലാമി അന്ന് പറഞ്ഞ അതേ ആശയം കൊണ്ടു നടക്കാൻ, അതായത് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ കുഫറാണ്, ശിർക്കാണ്, പിന്നെ ഇസ്ലാമികേതരമായ ഒരു വ്യവസ്ഥക്ക് അംഗീകാരം കൊടുക്കലാണ്. അതുകൊണ്ട് അത്തരം ഒരു വ്യവസ്ഥക്ക് അംഗീകാരം കൊടുക്കലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കലും ഒക്കെ കുഫറിനെ സഹായിക്കലാണ്, ശിർക്കിനെ സഹായിക്കലാണ്. അതുകൊണ്ട് ഒരിക്കലും മുസ്ലിമീങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുകയില്ല എന്ന നിലക്ക് ചില പ്രചാരണങ്ങൾ വിവരദോഷത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജനാധിപത്യം, അധീരത്വം എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു വ്യവസ്ഥയാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മുടെ രാജ്യത്തെ ഒരു വ്യവസ്ഥയാണത്. അതായത് എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുപോലെ അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രചരിപ്പിക്കാനൊക്കെ സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള ആ സ്വാതന്ത്ര്യം ന്യൂനപക്ഷമായ മുസ്ലിമീങ്ങൾക്ക് മഹാഭൂരിപക്ഷത്തിൽ നിന്നും പിന്നെ അവകാശമായി കിട്ടിയിട്ടുള്ളൊരു ഭരണഘടന നമ്മുടെ രാജ്യത്തുണ്ട്. ആ ഭരണഘടന നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അത്യാവശ്യമായ കാര്യമാണ്. അപ്പൊ ആ ഭരണഘടനയ്ക്ക് അനുസരിച്ച് ഭരണം നടത്തുന്നവരായ ആളുകൾ, ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്ത് വരിക എന്നുള്ളത് മുസ്ലിമുകൾക്ക് അനിവാര്യമായ കാര്യമാണ്. ഇവിടെ ജനാധിപത്യവും പാടില്ല, മതേതരത്വവും പാടില്ല, അവിടെ ഒരു ഏക മത സംസ്കാരം വളരണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവരായ കടുത്ത ഫാഷിസ്റ്റുകൾ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം വിവരം കെട്ട വർത്തമാനവുമായി രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞാൽ അത് ഈ ഉമ്മത്തിനുണ്ടാക്കുന്ന നാശം ചെറുതല്ല. അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പൗരാവകാശത്തിന്റെ വിനിയോഗമാണ്. അതൊരിക്കലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുസ്ലിമീങ്ങളാദി ന്യൂനപക്ഷങ്ങൾക്കൊക്കെ അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടാനുള്ള ഒരു പങ്കാളിത്തം കൂടിയാണത്. ആ പങ്കാളിത്തം തന്നെ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊരു ആത്മഹത്യാപരമായ സംഗതിയാണ്. അതുകൊണ്ട് വളരെ കരുതിയിരിക്കണം. മാത്രമല്ല, ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ്, അതായത് 2002 അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ആ വോട്ടർ പട്ടികയിൽ പേര് വരാൻ വേണ്ടിയിട്ട് മുസ്ലിമീങ്ങളാദി ന്യൂനപക്ഷങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ വളരെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെ ഒരുപാട് രേഖകളൊക്കെ സമർപ്പിച്ച് വോട്ടർ പട്ടികയിൽ അംഗമായി നമ്മളിവിടുത്തെ പൗരന്മാരാണെന്ന് വരികയാണ്. അങ്ങനെ വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടുള്ളൊരു വ്യക്തി വോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പൗരാവകാശം വിനിയോഗിക്കുന്നില്ല എന്നാ. പൗരാവകാശം വിനിയോഗിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പൗരത്വം തന്നെ എടുത്തു കളയപ്പെടുന്ന ഒരു ഫിത്നയിലേക്ക്, ഒരു നാശത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഭാവി കാലത്ത് എന്തൊക്കെയാണ് സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വളരെ സജീവമായി വോട്ടവകാശം വിനിയോഗിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയായി എല്ലാവരും ഏറ്റെടുക്കണം. നമ്മളെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കടുത്ത ഫാഷിസ്റ്റുകളും അതുപോലെ തന്നെ വർഗീയവാദികളുമായ ആളുകൾ അവര് ഈ രാജ്യത്തിന്റെ ഭരണമോ സംവിധാനങ്ങളോ കൈയാളുന്ന അവസ്ഥ ഒഴിവാക്കുക എന്നുള്ളതാണ്. അല്ലാത്തവൻ ആര് വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. ഈ രാജ്യത്തിനോടും രാജ്യത്തിന്റെ ഭരണഘടനയോടും കൂറുള്ളവരായ ആര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള സംഗതിയല്ല. പക്ഷേ അങ്ങനെയുള്ളവരിൽ കൂടുതൽ യോഗ്യന്മാർ ആരാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തൽ മാത്രമേ ഉള്ളൂ.
ഫാഷിസ്റ്റ് വർഗീയ ശക്തികളെ പാടെ നിരാകരിക്കുക. അവർക്ക് വരാനുള്ള ഒരു വഴി നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. അവരല്ലാത്ത മുന്നണികൾ ആരാകട്ടെ, ആ മുന്നണികളിൽ ഏറ്റവും യോഗ്യമായിട്ടുള്ളത് ആരാണ്, ഈ രാജ്യത്തെ ഈ സംവിധാനങ്ങളെ നേരെ ചൊവ്വേ കൊണ്ടുപോകാൻ കഴിയുന്നവർ ആര്, കൂടുതൽ ആത്മാർത്ഥതയുള്ളവർ ആര് എന്ന് സ്വയം തീരുമാനിക്കുകയും ഏറ്റവും യോഗ്യന്മാരായ ആളുകളെ തെരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ബാധ്യത. ഈ ബാധ്യത നിർവഹിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഖേദിക്കേണ്ടി വരും എന്നത് ഈ ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ മുസീബത്തുകളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.